ഹരി ഓം. ശ്രീമദ് ഭാഗവതം സപ്തമസ്കന്ധം 10-ാം അധ്യായം 26-ാമത്തെ ശ്ലോകം. ബ്രഹ്മോവാച ദേവദേവാഖിലാധ്യക്ഷ ഭൂതഭാവന പൂർവജ ദൃഷ്ട്യാ തേ നിഹതപാപോ ലോകസന്താപനോസുരഃ. ബ്രഹ്മാവാണ് ആദ്യമായിട്ട് പറയുന്നത്. ബ്രഹ്മാവ് പറയുകയാണ്, ദേവന്മാർക്കും ദേവനായുള്ള ഭഗവാനെ, ഈ ഭൂതഭാവനായ എൻ്റെയും രക്ഷിതാവാണങ്ങ്. പൂർവജനുമായുള്ള പൂർവജനുമാണ്. എനിക്ക് പൂർവൻ ആണെന്ന്, എന്നേക്കാൾ മുമ്പേ ഉണ്ടായവനാണ്. അഖിലൻ ആണ്. ഈ അഖിലത്തിൻ്റെയും എല്ലാത്തിനും അന്തര്യാമിയായിട്ട് ഇരിക്കുന്ന ആളെ, ലോകങ്ങളെ ദുഃഖത്തിലാഴ്ത്തുന്ന, ദുഃഖിപ്പിക്കാൻ പാപമുള്ള അസുരൻ അങ്ങനെ ലോകത്തെ മുഴുവനും ദുഃഖം കൊടുക്കുന്നവനായ അസുരനെ ഇല്ലാതാക്കിയ അങ്ങാണല്ലോ ഇല്ലാതാക്കിയത്. അതിന് ഞങ്ങളുടെ ഭാഗ്യത്താൽ ലോകത്തിനെല്ലാം ശാന്തിയായി എന്ന് പറയുന്നു. ഈ ഹിരണ്യകശിപുവിനെ കൊന്നത്. യോ സൗലബ്ധവരോ മത്തോ ന ബദ്ധ്യോ മമ സൃഷ്ടിഭിഃ തപോ യോഗബലോന്നദ്ധഃ സമസ്ത നിഗമാൻ അഹൻ. എൻ്റെ തന്നെ കുഴപ്പം കൊണ്ട്, ഞാനൊരു കുഴപ്പക്കാരനായതുകൊണ്ടല്ലേ, എൻ്റെ തന്നെ കുഴപ്പം കൊണ്ടുണ്ടായതാണ് ഈ അസുരൻ വരം വാങ്ങിച്ചത്. ഹിരണ്യകശിപു വാങ്ങിച്ച വരത്തിനെ പറ്റി ആരോടും പറയേണ്ടതില്ല. പ്രത്യേക തരത്തിലുള്ള മരണമില്ലായ്മയാണ് ആദ്യം ചോദിച്ചത്. പക്ഷേ അതൊരിക്കലും സാധ്യമല്ലെന്ന് പറഞ്ഞപ്പോൾ ഒരു തരത്തിലും മരിക്കാതിരിക്കാനുള്ള വിദ്യകൾ ഓരോന്നോരോന്നായിട്ട് പറഞ്ഞു. ഇങ്ങനെ ഉണ്ടാകരുത്, ഇങ്ങനെ ഒന്നും എനിക്ക് മരണമുണ്ടാവരുത്, ഈ രീതിയിലൊന്നും എനിക്ക് മരണം ഉണ്ടാവരുത് എന്നൊക്കെയുള്ള വരവൊക്കെ വാങ്ങിച്ചു. ഞാൻ കൊടുത്തതാണ് സത്യത്തിൽ. അതൊരു നാശമായി. അത് അന്നേ എനിക്കറിയാമായിരുന്നു, പക്ഷേ കൊടുത്തു പോയി. അതുകൊണ്ട് അതുകൊണ്ട് ആ വരം കൊണ്ട് മതമത്തനായി. അതാണ് ഇവിടെ നമുക്ക് മനസ്സിലാക്കാനുള്ളത്. ഇതിനകത്ത് ഭാഗവതം വായിച്ചു പോയി ഹിരണ്യകശിപുവിൻ്റെ പ്രഹ്ലാദൻ്റെയും കഥ കേട്ടിട്ട് നമുക്ക് കാര്യം എന്താ, അതും കൂടി ഒന്ന് ഓർക്കണം ഇടയ്ക്ക്. പ്രഹ്ലാദനെ പോലെ ഭക്തനാവുക ഒരു കാര്യം, അതുപോലെ തന്നെ ഹിരണ്യകശിപുവിനെ പോലെ അല്ലാതാവുക, അങ്ങനെ ഒരു കാര്യമുണ്ട് അല്ലേ. ഹിരണ്യകശിപുമാരൊന്നും നമ്മുടെ കൂടെ ഇല്ല, പക്ഷേ അതിനോട് അടുത്തൊക്കെ നിൽക്കുന്നവരുണ്ട്. എന്തെങ്കിലും നമുക്കൊരു അനുഗ്രഹം, ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് നമുക്ക് എന്തെങ്കിലും ഒരു ഉയർച്ച, മറ്റുള്ളവരുടെ കണ്ണിൽ ഉയർച്ചയായിട്ട് തോന്നപ്പെടുന്ന എന്തെങ്കിലും നമുക്കുണ്ടായാൽ അത് മതമായി, ഗർവമായി ഭവിച്ചാൽ അത് നമുക്ക് ഭയങ്കരമായിട്ട് നമ്മുടെ മനസ്സിനെ മതിക്കും പിന്നീട്, അല്ലേ. അങ്ങനെയാണ് കണ്ടുവരുന്നത്. പക്ഷേ അതുകൊണ്ട് നമുക്ക് ഗുണകരമായ എന്തെങ്കിലും ആയിരിക്കാം നമുക്ക് ഭഗവാൻ തന്നിരിക്കുന്നത്. ഏതെങ്കിലും കാര്യത്തിൽ ഒരു അനുഗ്രഹം തന്നിട്ടുണ്ടെങ്കിൽ നമ്മളതിൽ മതിക്കുന്നൊന്നുമില്ല. കാരണം അപ്പോഴൊക്കെ നമ്മുടെ മനസ്സിലോർക്കണം, ഇത് നശ്വരമാണ്, എന്നേക്കും നിൽക്കുന്നതല്ല ഈ സുഖവും ഈ സന്തോഷവും. ഇങ്ങനെയൊക്കെ ഞാനുണ്ട്, എനിക്ക് ഇങ്ങനെയൊക്കെയാണ് എൻ്റെ അവസ്ഥ. എന്നും ഞാൻ ഈ പടി തന്നെ ഞാൻ എന്നും നിന്നുകൊള്ളണമെന്നില്ല. എനിക്ക് ദുഃഖങ്ങൾ നമ്മളിപ്പോൾ സന്തോഷിക്കുന്ന കാര്യത്തിൽ തന്നെ ദുഃഖമുണ്ടാകാൻ പാടില്ല എന്നൊന്നുമില്ല, അല്ലേ. ഒരു കുട്ടി ഉണ്ടാകാഞ്ഞ ഒരാളിന് ഒരു കുഞ്ഞുണ്ടാവണമെന്ന് ആഗ്രഹിച്ച് അത്രയും വേറെ ഒപ്പം ഒന്നും ചിന്തിക്കുന്നില്ല, ഒരു കുഞ്ഞ് എന്നേ മാത്രമേ ചിന്തിക്കുന്നുള്ളൂ. പക്ഷേ ഉണ്ടായ കുട്ടി മന്ദബുദ്ധിയാണെങ്കിൽ എന്ത് ചെയ്യാനാ? ഭഗവാൻ അനുഗ്രഹം തന്നില്ലേ എന്ന് ചോദിച്ചാൽ തന്നു. പക്ഷേ തന്നു കഴിയുമ്പോൾ നമ്മൾ എനിക്ക് കിട്ടിയ വരം എന്ന് പറഞ്ഞിട്ട് അഹങ്കരിച്ചുകൊണ്ട് കാര്യമുണ്ടോ? കിട്ടിയ കുഞ്ഞ് ശരിയല്ല, അപ്പോൾ അത് തീർന്നു. അപ്പോൾ അങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മൾ ഓർക്കണം കേട്ടോ. അതുകൊണ്ടൊക്കെ പഠിക്കുന്നതുകൊണ്ടുള്ള ഗുണം, ഇതൊക്കെ വായിച്ച് മനസ്സിലാക്കുന്നതുകൊണ്ടുള്ള ഗുണം എന്താ? ഇതൊന്നും ശാശ്വതമല്ല, എന്ത് സന്തോഷവും ശാശ്വതമല്ല. അതുപോലെ തന്നെ എന്ത് ദുഃഖവും എന്നത്തേക്കുമായിട്ട് നിങ്ങളുടെ കൂടെ ഇരിക്കുകയില്ല. ദുഃഖം അത് മാറും, അത് മാറി സന്തോഷവും വരും. സുഖം ഉള്ളവരും ഓർത്തുകൊള്ളുക, ദുഃഖമുള്ളവരും ഓർത്തുകൊള്ളുക. ദുഃഖം ഉണ്ടായി എന്ന് വെച്ചാൽ ഇതെന്നും ഞാൻ ഈ ജന്മം മുഴുവൻ ഇങ്ങനെ ദുഃഖത്തോടെ കഴിയുമെന്ന് ഓർക്കണ്ട, അതിനൊരു മാറ്റം വരും. അതുപോലെ തന്നെ എന്ന് സുഖമായിട്ടിരിക്കുന്ന ഒരാൾ ഓർക്കണ്ട, എന്ന് ഞാൻ ഇങ്ങനെ തന്നെ എൻ്റെ എല്ലാ കാര്യങ്ങളും റെഡി, എൻ്റെ ശരീരസുഖം, എൻ്റെ ബന്ധുബലം, എൻ്റെ ധനം, എൻ്റെ സൗന്ദര്യം, ഒന്നും ശാശ്വതമല്ല. ഒന്നും തന്നെ ശാശ്വതമല്ല. ആ അഹങ്കാരം ഉണ്ടാവാതിരിക്കുക,
അതാണ് എനിക്കെല്ലാം തികഞ്ഞവനാണെന്നുള്ള ഓർമ്മ. അതാണ് ഹിരണ്യകശിപു. അത് ബ്രഹ്മാവ് പറയുക, ഞാൻ കൊടുത്ത വരത്തിനാലാണ് അവൻ ഇതൊക്കെ മത്തനായത്, പക്ഷേ അങ്ങയാൽ നിഗ്രഹിക്കപ്പെട്ടതുകൊണ്ട് അത് തീർന്നു എന്ന്. അത് ഭഗവാൻ ഇല്ലാതാക്കും കേട്ടോ, അങ്ങനെ ഒരു മതം ഉണ്ടെങ്കിൽ. അത് തീർച്ചയാണ്. ദിഷ്ട്യാസ്യ തനയ സാധുർ മഹാഭാഗവതോർഭഗ ത്വയാ വിമോചിതോ മൃത്യോർ. അവിടെ നിർത്തുക. പിന്നെ ദിഷ്ട്യാ ത്വാം സമിതോധുനാം മഹാനായ ഭഗവത് ഭക്തനും സാധുവും അർഭകൻ എന്ന് പറഞ്ഞ കുട്ടി ബാലനും ആയ ഈ പുത്രൻ ഭാഗ്യത്താൽ അങ്ങയാൽ മരണത്തിൽ നിന്ന് വിമോചിപ്പിക്കപ്പെട്ടു. അങ്ങയാൽ അല്ലേ, അത് ഭഗവാനാണ് പല പ്രാവശ്യം ആ കുട്ടിയെ രക്ഷിച്ചത്. ആ അങ്ങയെ ദിഷ്ട്യ ഭാഗ്യത്താൽ അങ്ങ് സമേതനായി അതിനായിപ്പോൾ അവൻ അങ്ങയുടെ കൂടെ തന്നെ ഉണ്ട്. ഏതദ്വപുസ്തേ ഭഗവൻ ധ്യായത പ്രേതാത്മനഃ സർവതോ സന്ത്രാസാൻ മൃത്യോരപി ജിഘാംസതഃ. ഏതത് വപുസ്തേ ഭഗവൻ ധ്യായത പ്രേതാത്മനഃ സർവതോ സന്ത്രാസാൻ മൃത്യോരപി ജിഘാംസതഃ. അല്ലയോ ഭഗവാൻ, അങ്ങയുടെ ഈ സ്വരൂപം ഭക്തിപൂർവ്വം ധ്യാനിക്കുന്നവരെ സർവ്വഭയത്തിൽ നിന്നും, അതുപോലെ വധിപ്പാൻ ആഗ്രഹിച്ചു വരുന്ന അന്തകനിൽ നിന്നും, നമ്മളെ ആരെങ്കിലും നശിപ്പിക്കാനായിട്ട് വരുന്നുണ്ടെങ്കിൽ ആ അന്തകനിൽ നിന്നും സംരക്ഷിക്കാൻ സമർത്ഥനാകുന്നു. അതിനാൽ ഈ സ്വരൂപത്തെ ഉപസംഹരിക്കണമെന്ന് ഞാൻ പറയുന്നു. ഭഗവാനെ, അങ്ങ് ഈ ഒരു വലിയ പേടിപ്പെടുത്തുന്ന രൂപത്തിൽ നിന്ന് ശാന്താകാരമായ രൂപത്തിലോട്ട് തിരിച്ചു വരുമെന്ന് ബ്രഹ്മാവ് പറയുന്നു. നൃസിംഹ ഉവാച നൈവം വരോസുരാണാം തേ പ്രദേയ പത്മസംഭവ വരക്രൂര നിസർഗാണാം അഹീനാം അമൃതം യഥാ. നൈവം വരോസുരാണാം തേ പ്രദേയ പത്മസംഭവ വരക്രൂര നിസർഗാണാം അഹീനാം അമൃതം യഥാ. ക്രൂര സ്വഭാവം ഉള്ളവരായ അസുരന്മാർക്ക്, അഹീനാം സർപ്പങ്ങൾക്ക് അമൃതമെന്ന പോലെ ഇപ്രകാരം ഒരു വരം അങ്ങയാൽ പ്രദാനം ചെയ്യാൻ യോഗ്യമല്ല. അതുകൊണ്ട് ഈ വിഷമുള്ളതിന് അമൃത് കൊടുത്തിട്ട് വല്ല കാര്യമുണ്ട്? അതിൻ്റെ അകത്തുനിന്ന് വിഷം തന്നെ വരുള്ളൂ. അത് വിഷം കുടിച്ചുകൊണ്ട് അതിന് വിഷം ഇല്ലാതാകുന്നില്ല അല്ലേ, എന്ന് പറഞ്ഞാൽ പാമ്പുകൾക്ക്. അതുപോലെ അത് ശരിയായില്ല കേട്ടോ കൊടുത്തതെന്ന് ഒരു ഉപദേശം കൂടെ ബ്രഹ്മാവിന് കൊടുക്കുന്നുണ്ട് ഭഗവാൻ. നരസിംഹമൂർത്തി പറയുന്നുണ്ട്. നാരദൗവാചായിത്യുക്ത്വാ ഭഗവാൻ രാജൻ, പിന്നെ വെട്ടി രാജൻ എന്നാക്കണം, രാജം എന്നുള്ളത് രാജൻ. തത്രൈവ അന്തർദധേ ഹരിഹി അദൃശ്യ സർവഭൂതാനാം പൂജിത പരമേഷ്ഠിനാം. അല്ലയോ രാജൻ, യുധിഷ്ഠിര ഭഗവാനായ ശ്രീഹരി, യുധിഷ്ഠിര അല്ലയോ രാജാവായ യുധിഷ്ഠിര, അതൊരു സംബോധന. അവിടെ ഭഗവാനായ ശ്രീഹരി, അത് മഹാവിഷ്ണു, ബ്രഹ്മാവിനോട് ഇതുപോലെയൊക്കെ പറഞ്ഞതിന് ശേഷം ബ്രഹ്മാവിനാൽ പൂജിക്കപ്പെട്ട് അവിടെ തന്നെ മറഞ്ഞു. എല്ലാ ഭൂതങ്ങൾക്കും കാണാൻ കഴിയാത്തവനായി ഭവിച്ചു. അവിടെ എല്ലാവർക്കും ഒന്നും കാണാൻ പറ്റാത്ത രീതിയിൽ. പിന്നെ നരസിംഹത്തിനെ അങ്ങനെ കാണുന്നതായിട്ട് ഒരിടത്തും പറയുന്നില്ല. തതസംഭോജ്യ ശിരസാവ വന്ദേ പരമേഷ്ഠിനം ഭവം പ്രജാപതീൻ ദേവാൻ പ്രഹ്ലാദോ ഭഗവത്കലാഹ. പിന്നീട് തദാനന്തരം പ്രഹ്ലാദൻ ഭഗവാന്റെ അംശഭൂതന്മാരായ ബ്രഹ്മാവ്, ഭഗവാന്റെ അംശഭൂതന്മാരാണല്ലോ ആര്? ബ്രഹ്മാവ്, ശിവൻ, കശ്യപാദി പ്രജാപതികൾ, ദേവന്മാർ, ഇവരെ വിധിപ്രകാരം പൂജിച്ച് ദണ്ഡനമസ്കാരം ചെയ്ത് വന്ദിച്ചു പ്രഹ്ലാദൻ. തതക്കാവ്യാദിഭിസാർദ്ധം മുനിഭി കമലാസനഃ ദൈത്യാനാം ദാനവാനാം ച പ്രഹ്ലാദമകരോത് പതിം. പിന്നീട് എല്ലാം ബ്രഹ്മാവ്, ശുക്രൻ, അതാണ് ആരാ? ദൈത്യാനം, ദാനവാന, കാവ്യൻ എന്ന് പറഞ്ഞാൽ ബ്രഹ്മാവ്, അല്ല ശുക്രനാണ് അസുരന്മാരുടെ ഗുരു. ബ്രഹ്മാവ്, ശുക്രൻ മുതലായ മുനിമാരോടുകൂടി പ്രഹ്ലാദനെ ദിതിപുത്രന്മാർ, ധനുപുത്രന്മാർ എന്ന് പറയപ്പെടുന്ന അസുരന്മാരുടെ പതിയായി, അസുരന്മാരുടെ രാജാവായിട്ട് അഭിഷേകം ചെയ്തു. പ്രതിനന്ദ്യ തതോ ദേവ പ്രയുജ്യ പരമാശിഷഃ സ്വധാമാനിയയോ രാജൻ ബ്രഹ്മാദ്യ പ്രതിപൂജിത. അല്ലയോ രാജൻ, ഈ ബ്രഹ്മാദിദേവന്മാർ
പ്രഹ്ലാദനെ വളരെയധികം അഭിനന്ദിച്ചിട്ട് പല പല അനുഗ്രഹങ്ങൾ പരമായ അനുഗ്രഹങ്ങൾ നൽകി. പ്രഹ്ലാദനാൽ പൂജിക്കപ്പെട്ടവരായിട്ട് അവരവരുടെ സ്ഥാനങ്ങളിലേക്ക് തിരികെ പോയി. ഏവം തൗ പാർഷദൗ വിഷ്ണു പുത്രത്വം പ്രാപിതൗ ദിദേ ഹൃദിസ്ഥിതേന ഹരിണ വൈരഭാവേന തൗ ഹതൗ. ഭഗവാനെ ദ്വേഷിച്ചവരായ ശിശുപാല ദന്തവക്ത്രന്മാർക്ക് എങ്ങനെ സായുജ്യം സിദ്ധിച്ചുവെന്ന് യുധിഷ്ഠിര മഹാരാജാവ് ചോദ്യം ചെയ്തതിന് ഉത്തരമായിട്ടാണ് അവരുടെ പൂർവ്വജന്മ ചരിത്രം പറഞ്ഞത്. ശിശുപാലൻ്റെയും ദന്തവക്ത്രൻ്റെയും കഥ പറഞ്ഞപ്പോഴാണ് ഈ കഥ യുധിഷ്ഠിരൻ ചോദിച്ചപ്പോൾ പറഞ്ഞു, ഇതിനു മുൻപൊരു കഥയുണ്ടായിരുന്നു, അത് ഹിരണ്യകശിപു ഹിരണ്യാക്ഷനുമായിട്ടാണ് ജയവിജയന്മാർ ജനിച്ചത്. അവരുടെ അന്ത്യത്തിനെക്കുറിച്ച് ഇങ്ങനെ പ്രകാരം പറഞ്ഞു. ഇത്രയേ ഉള്ളൂ. പുനശ്ച വിപ്രശാപേന രാക്ഷസൗ തൗ ബഭൂവധുഃ കുംഭകർണ ദശഗ്രീവൗ ഹതൗ തൗ രാമവിക്രമൈഹി. സനകാദിമുനിമാരുടെ ആ ശാപം കൊണ്ട് പിന്നെയും അവർ ജനിച്ചു. എങ്ങനെ? കുംഭകർണൻ, രാവണൻ എന്ന 2 രാക്ഷസന്മാരായി. അതാരുടെ? ദശരഥപുത്രന്മാരായി അവതരിച്ച ശ്രീരാമൻ്റെ ഇതായിട്ട് ശ്രീരാമനാൽ വധിക്കപ്പെട്ടവരായി തീർന്നു. അവർ 2 പേരും ഇല്ലാതാക്കപ്പെട്ടു. ശയാനോ യുധി നിർഭിന്ന ഹൃദയൗ രാമസായകൈഃ തച്ചിത്തൗ ജഹതുർദേഹം യഥാ പ്രാക്തന ജന്മനി. രാമസായകമേറ്റ് പിളർക്കപ്പെട്ട ഹൃദയങ്ങളോട് കൂടിയവരായിട്ട് പ്രാക്തന ജന്മനി യഥാ പൂർവ്വജന്മത്തിലെ പോലെ തന്നെ, പ്രാക്തന മുൻപിലുണ്ടായിരുന്ന ജന്മത്തിലെ പോലെ തന്നെ അവനിൽ ചിത്തത്തോട് കൂടിയവരായിട്ട് ആ ശരീരത്തെ, ദേഹം ജഹതു ഉപേക്ഷിച്ചു ഈ കുംഭകർണ രാവണാദികൾ. താവിഘാത പുനർജാതൗ ശിശുപാല കരൂഷകൗ ഹരൗ വൈരാനുബന്ധേന പശ്യതസ്തേ സമീയതോ. ആ 2 പേർ തന്നെ പിന്നെയും ഈ ലോകത്തിൽ ശിശുപാലൻ, ദന്തവക്ത്രൻ എന്ന പേരായിട്ട് ജനിച്ചു. ഇത് അവരുടെ 3ാമത്തെ ജന്മമാകയാൽ വൈരഭാവത്താൽ നിരന്തരം സ്മരിച്ചുകൊണ്ടിരുന്ന ഭഗവാനാൽ ഹനിക്കപ്പെട്ടവരായി. അല്ലയോ രാജൻ, അങ്ങ് കണ്ടുകൊണ്ടിരിക്കുകയാണ് ഈ സംഭവമൊക്കെ നടക്കുന്നതെന്ന് യുധിഷ്ഠിരൻ്റെ ആ സമയത്ത് കാലത്തുണ്ടായ കാര്യമായതുകൊണ്ട് പ്രത്യേകിച്ചൊന്നും പറഞ്ഞു കൊടുക്കേണ്ടതല്ലോ, അങ്ങ് കണ്ടതാണല്ലോ ആ കഥകളൊക്കെ എന്ന്. ഏന പൂർവകൃതം എത്തത്, അവിടെ ഒരു ഏന കഴിഞ്ഞ് 2 കുത്തുള്ളതുകൊണ്ട് ആ പൂർവ്വം എന്നുള്ളത് വായിക്കേണ്ടത് ഏന പൂർവകൃതം എത്തത് രാജാന കൃഷ്ണവൈരിണഃ ജഹുസ്ത്വന്തേ തദാത്മാനഃ കീടപേശസ്കൃതോ യഥാ. ഏന പൂർവകൃതം യത്തത് രാജാന കൃഷ്ണവൈരിണഃ ജഹുസ്ത്വന്തേ തദാത്മാനഃ കീടപേശസ്കൃതോ യഥാ. ശിശുപാല ദന്തവക്ത്രന്മാർ മാത്രമല്ല ശ്രീകൃഷ്ണ സായുജ്യം പ്രാപിച്ചത്, അതിൻ്റെ കൂടെ ഒരുപാട് ശ്രീകൃഷ്ണനോട് വൈരികളായിട്ടുള്ള രാജാക്കന്മാരുള്ള ഒരുപാട് പേര്, ശ്രീകൃഷ്ണനെ നിന്ദിച്ചവർ, പാപത്തിൽ നിന്നൊക്കെ മുക്തരാക്കാനായിട്ട് കൃഷ്ണ അവതാരത്തിൽ ഭഗവാന് സാധിച്ചു. കൃഷ്ണഭാവത്തെ പ്രാപിച്ചു. യഥാ ഭഗവതോ ഭക്ത്യാ പരമയാഭിധാ നൃപാശ്ചൈദ്യാദയ സാത്മ്യം ഹരേസ്തച്ചിന്തയായയോ. യഥാ ഭഗവതോ ഭക്ത്യാ പരമയാഭിധാ നൃപാശ്ചൈദ്യാദയ സാത്മ്യം ഹരേസ്തച്ചിന്തയായയോ. ഭേദഭാവത്തോട് കൂടാതെ പരമോത്കൃഷ്ട ഭഗവത് ഭക്തി കൊണ്ട് പരമഭക്തന്മാർ ഹരിയെ നേരിട്ട് ആ സാരൂപ്യം പ്രാപിക്കുന്നത് പോലെ ഈ ശിശുപാല ആദി രാജാക്കന്മാരും വൈരാനുബന്ധ നിമിത്തമുണ്ടായ നിരന്തര ഹരിചിന്തയാൽ ഹരിസാരൂപ്യം പ്രാപിച്ചു. അതൊരു എല്ലാവരും പറയുന്നൊരു കാര്യം തന്നെ. ഭഗവാനെ ഏത് രൂപത്തിലാണെങ്കിലും എപ്പോഴും ചിന്തിച്ചുകൊണ്ടിരുന്നാൽ മതി. അതിന് ഏറ്റവും എളുപ്പ വഴി ഭഗവാന്റെ ശത്രുവാകുക എന്നുള്ളതാണ് എന്ന് പറയുക. അതൊരു തമാശ പറയുന്ന കേട്ടോ. നമ്മൾ ഭഗവാന്റെ ശത്രുക്കളൊന്നും ആകാൻ പറ്റില്ല നമുക്ക്. ഭഗവാന്റെ ശത്രുക്കളായ കംസനും ഈ ശിശുപാലനും ദന്തവക്ത്രനുമൊക്കെ എങ്ങനെയാണ്
ഈ ശത്രുവിനെ എപ്പോഴും നമ്മൾ ഓർത്തുകൊണ്ടിരിക്കും. അതിങ്ങനെ എപ്പോഴും മനസ്സിലിങ്ങനെ ഇട്ട് എപ്പോഴാണ് വരുന്നത് അവനാണ്. ഓരോരുത്തരെ കാണുമ്പോഴും കംസൻ്റെ ഉള്ളിൽ അങ്ങനെ ഉണ്ടായിരുന്നെന്ന് പറയുന്നത്. കൃഷ്ണനാണോ വരുന്നത്. അതുപോലെ ഈ ശിശുപാലനും കൃഷ്ണനോടുള്ള ആ വൈരം നിമിത്തം എപ്പോഴും സദാസമയം കൃഷ്ണനെ ചിന്തിച്ചിരുന്നത്. അങ്ങനെയാണ് നമ്മളെ ഉപകാരം ചെയ്തവരെക്കാളും കൂടുതൽ നമ്മൾ ഓർത്തിരിക്കുന്നത് ഉപദ്രവം ചെയ്തവരെക്കുറിച്ച്, നമ്മുടെ ശത്രുക്കളെയാണ് നമ്മൾ കൂടുതൽ സ്മരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഭഗവാനിലൊരു ദ്വേഷഭക്തി ഉണ്ടായിട്ടാണെങ്കിലും ഈ കംസനും ദന്തഭക്തനെ ശിശുപാലനുമൊക്കെ വധിക്കപ്പെട്ടു. അവർക്കൊക്കെ സായുജ്യം കിട്ടി. ആഖ്യാതം സർവമേതത്തെ ജന്മാം ത്വം പരിപൃഷ്ടവാൻ ദമഘോഷസുതാദീനാം ഹരേ സാത്മ്യമപി ദ്വിഷാം. ഇങ്ങനെ ഈ കുറേ നേരമായിട്ട് വർണ്ണിച്ച ചരിത്രത്തെ ആ കാര്യങ്ങളെ ഉപസംഹരിക്കുകയാണ് ഇവിടെ. അല്ലയോ രാജൻ, ശത്രുഭാവത്തിലിരുന്ന ശിശുപാലാദികൾക്കും ഹരിസാരൂപ്യം ലഭിച്ചുവെന്ന് അങ്ങ് എന്നോട് ചോദ്യം ചെയ്തതിന് ഉത്തരമായിട്ട് ഇത്രയും പോരെ? ഇത്രയൊക്കെ പറഞ്ഞപ്പോൾ മനസ്സിലായില്ലേ? യേഷാ ബ്രഹ്മണ്യദേവസ്യ കൃഷ്ണസ്യ ച മഹാത്മനഃ അവതാരകഥാ പുണ്യാവതോ യത്ര ആദി ദൈത്യയോഹോ. അങ്ങനെ ആ കഥ തീർന്നു. പ്രഹ്ലാദസ്യാനുചരിതം മഹാഭാഗവതസ്യ ച ഭക്തിർജ്ഞാനം വിരക്തിശ്ച യഥാത്മ്യം ചാസ്യ വൈഹരേ. പ്രഹ്ലാദസ്യാനുചരിതം മഹാഭാഗവതസ്യ ച ഭക്തിർജ്ഞാനം വിരക്തിശ്ച യാഥാത്മ്യം ചാസ്യ വൈഹരേഹേ. ആ മഹാഭക്തനായ പ്രഹ്ലാദൻ്റെ നിഷ്കാമഭക്തി എന്ന് വെച്ചാൽ ഒന്നും വേണ്ട, ഒരു കാമവുമില്ലാത്ത, യാതൊരു ആഗ്രഹവുമില്ലാത്ത ഭക്തി, ഭഗവാനെക്കുറിച്ചുള്ള ജ്ഞാനവും ആ വിഷയത്തിനോടുള്ള വൈരാഗ്യവും എല്ലാം ഭഗവാന്റെ ആ പരമാർത്ഥ സ്വരൂപം എന്താണെന്നും ഈ ആഖ്യാനത്തിൽ പറഞ്ഞതിൽ പ്രതിപാദിച്ചിട്ടുണ്ട്. സർഗസ്ഥിത്യാപ്യയേശസ്യ ഗുണകർമാനുവർണ്ണനം പരാവരേഷാം സ്ഥാനാനാം കാലേന വ്യത്യയോ മഹാൻ. സർഗസ്ഥിതി അപ്യയേശസ്യ വായിക്കുമ്പോൾ ശ്രദ്ധിച്ച് വായിക്കുക. സർഗം, സ്ഥിതി, അപ്യയം എന്നിവയുടെ ഈശ്വരൻ്റെ, സർഗം, സ്ഥിതി, അപ്യയം അതിൻ്റെയൊക്കെ ഈശനായ, ഗുണകർമാനുവർണ്ണനം പരാവരേഷാം സ്ഥാനാനാം കാലേന വ്യത്യയോ മഹാൻ. അതുപോലെ ഈ സർഗസ്ഥിതി എന്ന് പറഞ്ഞാൽ സർഗസൃഷ്ടി, രക്ഷ, നാശം, ഇതിൻ്റെ എല്ലാത്തിൻ്റെയും നാഥനായിരിക്കുന്ന ഭഗവാന്റെ ഗുണങ്ങളെയും കർമ്മങ്ങളെയും ദേവന്മാരുടെ ഉത്കൃഷ്ട സ്ഥാനത്തെയും അതിനെ അപേക്ഷിച്ച് നികൃഷ്ടമായിരിക്കുന്ന ആ അസുരന്മാരുടെ സ്ഥാനം എങ്ങനെയാണെന്നും അതിൻ്റെ കാലവേഗം കൊണ്ട് ആ സ്ഥാനങ്ങൾക്കുണ്ടാകുന്ന മഹത്തായ മാറ്റം, വ്യത്യാസത്തെയും എങ്ങനെയൊക്കെയാണ് വ്യത്യാസപ്പെട്ടിരിക്കുന്നത് എന്നുള്ളതൊക്കെ ഈ ചരിത്രത്തിൽ വളരെയധികം നിരൂപണം ചെയ്തിരിക്കുന്നു. അതൊരു വെറുതെ ഒരു കഥയെക്കുറിച്ച്, ഈ പറഞ്ഞ കഥയെക്കുറിച്ചൊരു ഇത് പറയല്ലേ, ഒരു അവതാരിക എഴുതുന്ന പോലെ പറഞ്ഞിരിക്കുന്നതേ ഉള്ളൂ. ധർമ്മോ ഭാഗവതാനാം ച ഭഗവാൻ യേന ഗമ്യതേ ആഖ്യാനേസ്മിൻ സമാംനാദം ആധ്യാത്മികം അശേഷത. രണ്ടാമത്തെ ലൈൻ ഒന്ന് ശ്രദ്ധിച്ചോളുക. ആഖ്യാനേസ്മിൻ സമാംനാദം, പിന്നെ ആധ്യാത്മികം അശേഷത. ഏതൊരു വിധമായ ഭക്തി കൊണ്ടാണോ ഭഗവാനെ പ്രാപിക്കാൻ കഴിയുന്നത്, ആ വിധത്തിലുള്ള ഭക്തി മഹാഭക്തന്മാർ ആചരിക്കണമെന്നുള്ള ധർമ്മവും ആത്മാവിനെ സംബന്ധിച്ചതായ പ്രകൃതിയും പുരുഷൻ ആ ഭേദ സ്വഭാവവും അവർക്കുള്ള, അതായത് പ്രകൃതിക്കും പുരുഷനുമുള്ള അന്യോന്യ ബന്ധവും, ഇതെല്ലാം ഈ തത്വവും ആഖ്യാനത്തിൽ വളരെയധികം സവിശേഷമായിട്ട് വർണ്ണിച്ചിട്ടുണ്ട്. ഏതത് പുണ്യമാഖ്യാനം വിഷ്ണോർവീര്യോപബൃംഹിതം കീർത്തയേത് ശ്രദ്ധയാ ശ്രുത്വാ കർമ്മപാശൈർവിമുച്യതേ. ഇത് ആരെങ്കിലും കേൾപ്പിക്കുന്നോ അതൊക്കെ ഈ പുണ്യമായ ഈ ആഖ്യാനം, അങ്ങനെ ഭഗവാന്റെ വിഷ്ണുവിൻ്റെ ആ വീര്യകഥകളെക്കുറിച്ച് കേൾക്കുന്നവർക്കും കേൾപ്പിക്കുന്നവർക്കും എല്ലാം കർമ്മപാശത്തിൽ നിന്ന്, കർമ്മബന്ധത്തിൽ നിന്ന് മോചിക്കപ്പെടും. അപ്പം നമ്മളൊക്കെ രക്ഷപ്പെട്ടു എന്നർത്ഥം. ഏതദ്യ ആദിപുരുഷസ്യ മൃഗേന്ദ്രലീലാം ദൈത്യേന്ദ്രയോധപവധം പ്രയതപഠേത ദൈത്യാത്മജസ്യ ച സദാം പ്രവരസ്യ പുണ്യം ശ്രുത്വാനുഭാവം അകുതോ ഭയമേതി ലോകം.
ഏതദ്യ ആദിപുരുഷസ്യ മൃഗേന്ദ്രലീലാം ദൈത്യേന്ദ്രയൂഥപവധം പഠേത ദൈത്യാത്മജസ്യ ച സദാം പ്രവരസ്യ പുണ്യം ശ്രുത്വാനുഭാവമകുതോ ഭയമേതി ലോകം. ആദിപുരുഷനായ ആ ഭഗവാൻ നരസിംഹരൂപം ധരിച്ച് ദൈത്യ അധിപനായ ഹിരണ്യകശിപുവിനെ വധിച്ച ആ കഥയും ദൈത്യാധിപ പുത്രനും സത്തുക്കളിൽ അഗ്രഗണ്യനുമായ പ്രഹ്ലാദൻ, ആ പുത്രനായ ഹിരണ്യകശിപുവിൻ്റെ പുത്രൻ എങ്ങനെയാണ് സത്തുക്കളിൽ അഗ്രഗണ്യ, സത്ത് വിശേഷം, സത് സ്വഭാവം എന്നൊക്കെ പറയില്ലേ, അത് ഉള്ള ആ പ്രഹ്ലാദൻ്റെ പുണ്യമായ അനുഭവത്തെയും ആരാണോ ഭക്തനായിട്ട് ഭക്തിയോടുകൂടി പഠിക്കുന്നതോ കേൾക്കുകയോ ചെയ്യുന്നത് അവന് യാതൊരു വിധത്തിലുള്ള ഭയവും ഉണ്ടാവുകയില്ല. അവൻ ഭഗവത് ലോകത്തെ പ്രാപിക്കും. യൂയം നൃലോകേ ബദ ഭൂരിഭാഗ ലോകം പുനാന മുനയോഭിയന്തി യേഷാം ഗൃഹാനാ വസതീതി സാക്ഷാത് ഗൂഢം പരം ബ്രഹ്മ മനുഷ്യലിംഗം. യൂയം നൃലോകേ ബദ ഭൂരിഭാഗ ലോകം പുനാന മുനയോഭിയന്തി യേഷാം ഗൃഹാനാ വസതീതി സാക്ഷാത് ഗൂഢം പരം ബ്രഹ്മ മനുഷ്യലിംഗം. മനുഷ്യലക്ഷണത്തോടു കൂടിയ എന്നാണ് ആ പ്രഹ്ലാദ ആ ഭാഗ്യത്തെക്കുറിച്ച് അതിശയിക്കുന്ന ധർമ്മപുത്രരോട് നാരദ മുനി അരുളി ചെയ്യുന്നു ഇങ്ങനെ: ഈ ലോകവാസികളിൽ വെച്ച് മഹാഭാഗ്യശാലികളാകുന്നു. എന്തുകൊണ്ടെന്നാൽ നിങ്ങളുടെ ഗൃഹങ്ങളിൽ ലോകപരിശുദ്ധിക്ക് വരുത്തുന്ന മുനികൾ എല്ലാ ഭാഗത്തും 4 ഭാഗത്തു നിന്നും വന്നുകൊണ്ടിരിക്കുന്നു. ആ മനുഷ്യ സ്വരൂപത്തെ ധരിച്ചിരിക്കുന്ന ആ സാക്ഷാൽ പരബ്രഹ്മം നിങ്ങളുടെ ഗൃഹത്തിൽ എപ്പോഴും വസിക്കുന്നല്ലോ എന്ന് ആ പ്രഹ്ലാദൻ ഭഗവാനെ സന്ദർശിച്ചു എന്നേ ഉള്ളൂ. എന്നാൽ ഭഗവാൻ നിങ്ങളുടെ ഗൃഹത്തിൽ ബന്ധുഭാവത്തിൽ പ്രത്യക്ഷമായി അംഗീകരിച്ച് വസിക്കുന്നു. അയ്യോ, നിങ്ങളുടെ ഭാഗ്യം എത്ര അതിശയമാണ് എന്ന് പറയുന്നു. സവ അയം ബ്രഹ്മ മഹദ് വിമൃഗ്യ കൈവല്യ നിർവാണ സുഖാനുഭൂതി പ്രിയ സുഹൃദ്ഭ ഖലു മാതുലേയ ആത്മാർഹണീയോ വിധിഗുരുശ്ച. മഹാന്മാർ ആചാര്യ ശാസ്ത്രാദി സേവകളാൽ എന്നും അന്വേഷിക്കുന്ന ആ സർവ നിർവാണ സുഖ അനുഭവം കിട്ടുന്ന ഏതാണോ ആ ബ്രഹ്മം, അത് തന്നെയാണ് നിങ്ങളുടെ പ്രീതിപാത്രമായും മാതുലപുത്രനായും നിങ്ങളുടെ ബന്ധുവായും നിങ്ങളുടെ ഇഷ്ട തോഴനായും ഒക്കെ ഇരിക്കുന്ന ആ ഭഗവാൻ എന്നറിയുന്നു ഈ ശ്രീകൃഷ്ണ ഭഗവാൻ. അതോ ആ ഭഗവാൻ നിങ്ങൾക്ക് ആരായിട്ട് തന്നെ ഇരിക്കുന്നില്ല, നിങ്ങൾക്കെല്ലാമാണ് ഭഗവാൻ. നയസ്യ നാരദമുനി പറയുക ആരോട്? യുധിഷ്ഠിരനോട്. നയസ്യ സാക്ഷാത് ഭവപത്മജാതിഭീരൂപം ധിയാ വസ്തുതയോ ഭവർണിതം മൗനേന ഭക്ത്യോപശമേന പൂജിത പ്രസീദതാമേഷ സാത്വതാം പതിഹി. സാക്ഷാൽ പരബ്രഹ്മമാണ് ശ്രീകൃഷ്ണനെങ്കിൽ 16,008 ഭാര്യമാരോടുകൂടി വാസം മുതലായി എങ്ങനെ സംഭവിക്കുമെന്നുള്ള ആ ശങ്കയെ പരിഹരിച്ചുകൊണ്ട് ആ ശ്രീകൃഷ്ണ മഹിമയെ വർണ്ണിക്കുന്നു. അങ്ങനെ ഭഗവാൻ നിങ്ങളുടെ ഒരു സുഹൃത്തും ബന്ധുവുമായത് നിങ്ങൾക്ക് ഭാഗ്യമാണെന്ന് പറയുന്നു. അവിടം കൊണ്ട് നമുക്ക് ഇന്നത്തെ നിർത്താം. ഹരി ഓം.